നമ്മൾ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു 10 ബിസിനസ്സുകാരെ എടുത്താൽ അതിൽ ഒരു ഭൂരിപക്ഷ ആളുകളും വരുന്നത് തൃശ്ശൂരായിരിക്കും. അത്രയും കൂടുതൽ ബിസിനസ്സുകാരുള്ള ഒരു സിറ്റിയാണ് തൃശ്ശൂർ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നഗരം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹെഡ് ബീറ്റ് ഉറങ്ങുന്നത് തൃശ്ശൂർ നഗരത്തിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണോ തൃശ്ശൂർ തിരഞ്ഞെടുത്തത്? തൃശ്ശൂർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം കണക്ടിവിറ്റിയാണ്. തൃശ്ശൂർ ആക്ച്വലി സെന്റർ ഓഫ് കേരളയാണ്. നമ്മുടെ ഒരു എയർപോർട്ടുമായിട്ട് കണക്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മെയിൻ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ചെയ്യുന്ന ആളുകൾ ശരിക്കും NRIs ആണ്. മെജോറിറ്റി നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെയും കൂടി പരിഗണിച്ചിട്ടാണ് തൃശ്ശൂർ പോലൊരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്തത്. എന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ മറ്റേതൊരു ഡിസ്ട്രിക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും തൃശ്ശൂരിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ആക്സസ് ആണ്. ഒരു നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് ആണെങ്കിൽ തന്നെ ഏതാണ്ട് 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. 2, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉള്ള മറ്റുള്ള ജില്ലകളെല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരുമായിട്ടാണ്. നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കണക്റ്റഡ് ആണ്, പാലക്കാട് കണക്റ്റഡ് ആണ്, മലപ്പുറം കണക്റ്റഡ് ആണ്, കുറച്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ കാലിക്കട്ട് കണക്റ്റഡ് ആണ്. ഈ സെന്റർ ഓഫ് കേരളയുടെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. 2, കണക്ടിവിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. 3, ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ ലൊക്കേഷനിൽ ഒരു അൺടാപ്ഡ് മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ. ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ റിസർച്ചസ് നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ റൗണ്ടിന്റെ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ റേഡിയസിലായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരുന്നത്.